ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെയൊക്കെ ത്രില്ലടിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. എന്താണെന്നല്ലേ? വിവാഹ ജീവിതം ഒരു യാത്രയാണ്, ലക്ഷ്യസ്ഥാനമല്ല. ഐ ആം മെൻ്റലിസ്റ്റ് റംഷീന ഹുസൈൻ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, യുവർ പേഴ്സണൽ ട്യൂട്ടർ. എന്തായിരുന്നു വിവാഹം? സാങ്കല്പിക ലോകത്തിൽ നിന്ന് റിയാലിറ്റിയിലേക്ക് വരുന്ന സമയം. സങ്കല്പത്തിൽ എൻ്റെ പുരുഷൻ ഞാനൊരു പൃഥ്വിരാജിനെയൊക്കെ കിനാവ് കണ്ട് എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെ വന്നത് ഒട്ടും റൊമാൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിലോ? നമ്മൾ അദ്ദേഹത്തെ തിരിച്ചറിയണം. ഇദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ പറ്റൂ. മറിച്ച് പ്രധാനം നമ്മുടെ സ്നേഹത്തിൻ്റെ തോത് കുറയുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കി ലൈഫ് എൻജോയ് ചെയ്ത് പോകണം. ഇതാണ് റിയൽ. ഞാൻ കണ്ടത് വെറും സങ്കല്പം മാത്രമാണ്. അത് തിരിച്ചറിയാതിരുന്നാൽ മടുത്തു ലൈഫ് എന്നാവും. എന്നാൽ നമ്മൾ കുറേ നമ്മുടെ ഇണകളെ മനസ്സിലാക്കിയെടുക്കണം. എവിടെയാണ് പ്രശ്നം ഉടലെടുക്കുന്നത്? ഇതുവരെയുള്ള കാലഘട്ടം പോലെയല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. മുമ്പ് അദ്ദേഹം എന്ത് ചെയ്താലും ക്ഷമിക്കുന്ന പൂർവികരായ മാതാപിതാക്കളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. എന്താണ് കാരണം? നിങ്ങൾ തിരിച്ചറിഞ്ഞോ? പ്രധാനമായുള്ളത് പണ്ടത്തെ ഉമ്മയുടെ കയ്യിൽ പണമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമായിരുന്നു ലൈഫ്. എന്നാൽ ഇപ്പോഴോ നമ്മുടെ കയ്യിലും പണമുണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിലും പണമുണ്ട്. എന്താവശ്യത്തിനും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കൂടാതെ ലൈഫ് ഒരു ഓവർ സ്ട്രഗിൾ എടുക്കാൻ ആരും തന്നെ തയ്യാറാവുന്നില്ല. എന്നാൽ എങ്ങനെ നമുക്കിത് മറികടക്കാം? ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ സംജാതമാകുന്നത്. വിവാഹം എന്ന യാത്ര എങ്ങനെ പോകുമെന്ന ധാരണ അതുകൊണ്ട് ലഭിക്കും. പണ്ട് ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കൂടുതൽ കുടുംബത്തിൽ നിന്ന് നമ്മൾ അണുകുടുംബമായി മാറിയതോടെ ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു. വിവാഹത്തിന് മുമ്പ് തന്നെ എന്താണ് സ്ത്രീ എന്ന് പുരുഷനും എന്താണ് പുരുഷനെന്ന് സ്ത്രീയും അറിഞ്ഞിരിക്കണം. എന്താണ് രതി, എങ്ങനെ കുടുംബം ആസ്വാദ്യകരമായി കൊണ്ടു നടക്കാം. ഓരോ സ്ത്രീയിലും ഓരോ പുരുഷനിലും ഒരു സ്ത്രീത്വവും പുരുഷത്വവും ഉണ്ട്. അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. സ്ത്രീയിൽ അനീമ എന്ന ഘടകം കൂടിക്കഴിഞ്ഞാൽ സ്ത്രീയിലുള്ള പുരുഷൻ അതിക്രമവും. എന്നാൽ പുരുഷനിൽ അനിമസ് കൂടിക്കഴിഞ്ഞാൽ പുരുഷനിൽ സ്ത്രീത്വം കൂടുതലാവും. നമ്മുടെ വിവാഹ ജീവിതം എങ്ങനെ നമുക്ക് എൻജോയ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നതാണ് നമ്മുടെ സബ്ജക്റ്റ്. വിവാഹ ജീവിതത്തിൽ രണ്ടു പേർക്കും ജോബുണ്ടെങ്കിൽ മാനസിക ശാരീരിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടുകൂടി ഒരുമിച്ച് വരിക, പോവുക എന്നിങ്ങനെ നല്ല തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ്. എന്നാൽ ജോബ് ഇല്ലാതിരുന്നത് ലേഡിയെ സംബന്ധിച്ചിടത്തോളം ബേസിക്കിന് പോലും സഫർ ചെയ്യുന്ന അവസരങ്ങൾ സ്ട്രെസ്സ് വർദ്ധിക്കുകയും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. വിവാഹ ജീവിതത്തിൽ ക്വാളിറ്റി ടൈം മസ്റ്റാണ്. രണ്ടുപേരും ഒരുമിച്ചിരിക്കാൻ ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും എടുക്കണം. കഴിയാത്തവർ വീക്കിലെങ്കിലും പരിശ്രമിക്കണം. സെക്സ് ഡിസോർഡർ മസ്റ്റാണ്. അവർക്ക് ഏതെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പരിഹരിക്കണം. ലവ് ലാംഗ്വേജ് ലൈഫിനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാർഗ്ഗമാണ്. അവർക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടും ചേർത്ത് നിൽക്കുന്നത് അതാണ്. വെജിറ്റബിൾ കട്ട് ചെയ്തും മറ്റും കൂടെ നിന്ന് സപ്പോർട്ട് കൊടുക്കുന്നത്. ഇണയോടൊരിക്കലും നമ്മൾ വിവാഹത്തിന് മുമ്പ് എന്ത് ചെയ്തതും പറയരുത്. നമ്മൾ ലൈഫിൽ കമ്പാഷൻ പാടില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന പോലെ ആർ യു ഹാപ്പി വിത്ത് മീ എന്ന് മാസത്തിലൊരിക്കലെങ്കിലും ചോദിക്കണം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്പേസ് വേണം. അതെങ്ങനെ? അവരുടെ ഇഷ്ടങ്ങൾ കൂടി പരിഗണിക്കണം. വരച്ച വരയിൽ നിർത്തരുത്. പരസ്പരം പറയുന്നത് കേൾക്കുക, മനസ്സിലാക്കുക, തിരുത്തേണ്ടത് തിരുത്തുക. സ്ത്രീക്ക് ദിവസവും നടന്നത് പാർട്ട്ണറിനോട് പറയണം. ഇങ്ങനെയായാൽ മാത്രമേ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവൂ, അല്ലെങ്കിൽ ഡിറ്റാച്ച്മെൻ്റ് ആവും. നമ്മൾക്കൊരു കോംപ്രഹെൻസിങ് മെൻറ്റാലിറ്റിയാണ് വേണ്ടത്. ഇത് രണ്ടുപേരും തിരിച്ചറിയുക. ചില സമയം വെറുതെ വിടുക. ഒരാൾക്ക് ദേഷ്യം വരുമ്പോൾ മറ്റൊരാൾ മിണ്ടാതിരിക്കുക. ലൈഫ് വളരെയധികം പ്രധാനമായൊരു റൂൾ ഉണ്ടാക്കുക എന്നത്. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ പ്രശ്നവും ക്ലിയറാക്കി ഉറങ്ങുമെന്ന് ഒരു ശബ്ദമെടുക്കുക. ഒരു കുട്ടിയുടെ മെൻ്റൽ ഹെൽത്ത് നന്നാവണമെങ്കിൽ അത് ഉമ്മയുടെ പുഞ്ചിരിയാണ്. നമ്മളിൽ എപ്പോഴും ഫോർഗീവ്നെസ് കൊണ്ടു നടക്കുക. പരസ്പരം പിന്തുണയാവുക. ശരിക്കും എന്തിനാണ് വിവാഹിതരാകുന്നത്? പരസ്പരം വളർത്തലാണ്. രണ്ടു പേരുടെയും മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് അത് അത്യാവശ്യമാണ്. ഓരോ മൊമെൻറ്റ്സും സന്തോഷകരമാക്കുക, ഓരോ ഡേയ്സും ആസ്വാദ്യകരമാക്കുക. താങ്ക് യു.